നമസ്കാരം. അപ്പോൾ ഈ നമ്മളെ പല ബ്രാൻഡുകളുടെ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഒരു ഇൻസ്പോ എന്നുള്ളൊരു ബ്രാൻഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ നിലവിലുള്ള പ്രമുഖ ബ്രാൻഡുകളായിട്ട് താരതമ്യം ചെയ്തിട്ട് ഇന്ന് 1, 2 പേര് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറയുന്നത് ഈ ബ്രാൻഡുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴാണ് ബ്രാൻഡ് ആവുന്നത്. അവർ സ്റ്റാർട്ടിങ്ങിൽ അവർ നല്ല രീതിയിൽ പ്രൊഡക്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ ബ്രാൻഡായത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം ക്വാളിറ്റി, മിനിമം ക്വാണ്ടിറ്റി. നമ്മൾ പീസ് വർക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല. നമ്മൾ നമ്മളുടെ സ്റ്റാഫിനോട് പറയുന്നത് ഞങ്ങൾ പറയുന്ന മോഡൽ പെർഫെക്റ്റായിട്ട് തയ്ച്ച്, അതായത് സ്റ്റിച്ചിങ് ക്വാളിറ്റി കൃത്യമായിരിക്കണം. മെറ്റീരിയൽ ക്വാളിറ്റി ഞങ്ങൾ നോക്കി കൊണ്ടുവരും. അതേപോലെ സൈസ്, അതിൻ്റെ മോഡല് എല്ലാം കൃത്യമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ മാത്രമേ അതൊരു ബ്രാൻഡായിട്ട് വളരുകയുള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് അതിനുള്ള ഒരുപാട് പ്രോത്സാഹനം നിങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ ഏത് പ്രൊഡക്റ്റ് കൊണ്ടുവന്നാലും അത് വാങ്ങുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയും മനസ്സിലാക്കി ഞങ്ങൾക്ക് തിരിച്ച് അതിന് റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളേതായാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ചിലർ പറയുന്നത് വില കുറച്ചധികമാണ്. വില വരും. കാരണം നമ്മൾക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ വരുമ്പോൾ നമുക്കത് ആ വില വരും. അത് അറിയാവുന്ന കസ്റ്റമേഴ്സിന് അറിയാം. ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന പ്രീമിയം ഇംഗ്ലീഷ് സ്റ്റിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മിക്ക സ്റ്റോക്ക് ഔട്ട് ആവാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും കസ്റ്റമർ എടുക്കുന്നത് ആ ഒരു പ്രീമിയം. അപ്പം നമ്മൾ പ്രീമിയം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതെല്ലാ റേറ്റിലേക്കും നമുക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കസ്റ്റമൈസ് വർക്ക് ഇവിടെ നടന്നതായിരുന്നു. ആ ഒരു 1000 പോലും വരുന്ന ഇങ്ങനത്തെ പ്രീമിയം ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസ് എല്ലാം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അന്ന് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ പീസ് കട്ട് ചെയ്ത് സിംഗിൾ പീസ് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളത് ക്വാണ്ടിറ്റി കൂടുതലിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ 699, 599 വരാൻ പറ്റുന്നത്. അത് നമ്മൾ പരമാവധി നമ്മളുടെ കസ്റ്റമേഴ്സിന് ഫേവറായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രൈസിങ് നടത്തുന്നത്. പിന്നെ പലരും വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതായത് നമ്മൾ ആ ഒരു നമ്മളുടെ ക്വാളിറ്റിയിൽ നിന്ന് താഴെ പോയിട്ട് നമ്മളോട് ആരും വില ചോദിക്കില്ല. ഇത് ആരുടെ നിന്നാണ് വാങ്ങിയത്, ഇത് എവിടെ നിന്ന് വാങ്ങിയതോ, ഇത് മോശമാണല്ലോ എന്നേ പറയുള്ളൂ. എത്രയ്ക്കാണ് വാങ്ങിയതെന്ന് ചോദിക്കില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിൻ്റെ വിലയേക്കാൾ നിങ്ങൾക്ക് ഞങ്ങളൊരു പ്രൈസ് ഇട്ട് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൂല്യമുള്ളൊരു സാധനം തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു ബേസാണ്. ആ ബേസാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റ് പബ്ലിക്കിലേക്ക് എത്തിച്ച് അതിൻ്റെ റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല റിസൾട്ടാണ്. ആ റിസൾട്ട് അനുസരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ തന്നെയായിട്ടാണ് നമ്മളിതിന് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് ഇപ്പോൾ നമ്മൾ ഇൻസ്പോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആൾറെഡി നമ്മളുടെ എല്ലാ നെറ്റിമേയും സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുമാ ഞങ്ങളുടെ പേരുണ്ടാവും. അപ്പോൾ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ കുറേ പ്രൊഡക്റ്റ് ഇറക്കി എന്താ പറയുക, ഒരു ഹറിബറി അങ്ങനത്തെ ഒരു ലക്ഷ്യം നമുക്കില്ല. നമ്മൾ വളരെ സ്മൂത്തായിട്ട് നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. കുറേ ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ ഇറക്കുന്നില്ല. ഉള്ളത് നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ്. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒരുപാട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. താങ്ക് യു.